Hello humans, welcome to Shruti Bites once again. I hope you all are doing good. So in the topic Perception of Life series, the first chapter on Simple Habits for Life. So ഞാനിവിടെ സിമ്പിൾ ഹാബിറ്റ്സ് എന്ന് ഉദ്ദേശിച്ചത് ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ ഡെയിലി റൂട്ടീനിൽ ചെയ്യുന്ന ഹാബിറ്റ്സ് ലൈക്ക് ക്ലീനിങ് ബ്രഷിങ് അല്ലെങ്കിൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇറ്റ് ഈസ് ലൈക്ക് സം ഹാബിറ്റ്സ് ദാറ്റ് വി നീഡ് ഫോർ അവർ ലൈഫ്. ഓക്കെ, സോ ബിഫോർ ഐ സ്റ്റാർട്ട് ഞാനൊരു കോട്ട് പറയാം. ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ താഴെ നോക്കുക. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് മൈ ബുക്ക്. ഞാനിതിൽ പോയിന്റ്സ് നോട്ട് ഇറ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു മിസ് എനിത്തിങ്. ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഹാബിറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ അതിൽ കണക്ട് ചെയ്യുന്നൊരു കോട്ട് പറയാം. ഓക്കെ, the way we think is incredibly powerful that it can either drag us down or lift you up. So ഇത് ഈ കോട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവാമല്ലോ. ലൈക്ക് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, തോട്ട് പ്രോസസ്, ദ മൈൻഡ് സെറ്റ് ഭയങ്കര പവർഫുള്ളാണ്. ദാറ്റ് നമ്മളൊരു സിറ്റുവേഷനിൽ അതിന് അപ്പ് ചെയ്യാനും പറ്റും, നമ്മളെ ഡൗൺ ചെയ്യാനും പറ്റും. സോ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഫസ്റ്റ് ഹാബിറ്റിലേക്ക് ഒരു എക്സാമ്പിൾ ത്രൂ പറയാണ്. മൈ ഓൺ എക്സാമ്പിൾ. ഇറ്റ്സ് ലൈക്ക് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ബ്രേക്ക് എടുത്തായിരുന്നു, ലൈക്ക് ഫ്രം വർക്ക്. സോ അതെടുക്കുന്ന സമയത്ത് ഐ ആക്ച്വലി നീഡഡ് ദാറ്റ് ബ്രേക്ക് എന്ന് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഫോർ മൈ ഓൺ സെൽഫ് വെൽബീയിങ്. പക്ഷേ അതെടുത്ത ആ പീരിയഡ് ഓഫ് ടൈമിൽ ദർ വാസ് മെനി ടൈം ലൈക്ക് ഐ സെൽഫ് ഡൗട്ടഡ് മൈ സെൽഫ്, അല്ലെങ്കിൽ ഐ വാസ് ലൈക്ക് ഫീലിംഗ് നോട്ട് കോണ്ടന്റ്, അല്ലെങ്കിൽ ഐ വാസ് ഫീലിംഗ് ഇറ്റ് വാസ് നോട്ട് ദ റൈറ്റ് ഡിസിഷൻ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് എനിക്കുണ്ടായിരുന്നു. ഐ തിങ്ക് എല്ലാവരും ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റേജിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിൽ നമ്മൾ എപ്പോഴും ചിന്തിച്ചിരിക്കും അല്ലേ, ഇങ്ങനെ നമ്മളെടുത്ത് ശരിയാണോ, നമ്മളൊരു സെൽഫ് ഡൗട്ട് നമുക്കുണ്ടാവും. അപ്പോൾ മെയിൻലി ഇറ്റ് ഈസ് ബിക്കോസ് ഐ ഫീൽ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, ഇന്നത്തെ അല്ല എപ്പോഴും നമ്മൾ വി ആർ ലൈക്ക് ഗോൾ ഓറിയൻറ്റഡ്, അല്ലെങ്കിൽ നമുക്കൊരു സെറ്റ് ഓഫ് ഡയറക്ഷൻസ് ഉണ്ടായിരിക്കും, ഗോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ ആൻഡ് ഐ എം നോട്ട് സേയിങ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഗോള് പാടില്ല, അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കരുത്, നമുക്ക് സെറ്റ് ഓഫ് ഡയറക്ഷൻസ് ഉണ്ടാവരുതെന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ദർ. പക്ഷേ ഇതൊന്നും നമുക്കൊരു ബാഗേജായി മാറരുത്. നമുക്കൊരു ഗോൾ ഉണ്ടെന്ന് വെച്ചിട്ട് ആ ഗോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ബാഗേജായി മാറിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹാപ്പനിങ് അല്ലേ? സോ അത് കണക്റ്റ് ആവാൻ ഞാനൊരു എക്സാമ്പിൾ കൂടി പറയാം. ഫോർ എക്സാമ്പിൾ, ലൈക്ക് നമ്മളൊരു ഹൈക്കിങ്ങിന് പോവാണ്, ഒരു ട്രക്കിങ്ങിന് പോവാണ്. സോ ട്രക്കിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താണ്. ഇറ്റ് വിൽ ബി വെരി ബ്യൂട്ടിഫുൾ. ലൈക്ക് നമ്മളൊരു മല കയറി പോകുമ്പോൾ മേലെ ചെല്ലുമ്പോൾ ഇറ്റ് വിൽ ബി ഒബ്വിയസ് ആണ്, ഭയങ്കര പ്രിട്ടി ആയിരിക്കും എന്നുള്ളത്. പക്ഷെ നമ്മൾ ആ പ്ലേസിൽ എത്തിക്കഴിഞ്ഞ് നമ്മളവിടെ മാക്സിമം ഒരു 15 to 20 മിനിറ്റ്സ് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ വീണ്ടും താഴെ ഇറങ്ങും അല്ലേ. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പോകുന്ന വഴി ചിലപ്പോൾ നമ്മൾ എത്തിപ്പെടാൻ നമ്മൾ 1.5-2 മണിക്കൂർ ട്രക്ക് ചെയ്തിട്ടായിരിക്കും അവിടെ എത്തുന്നത്. ആ ഒരു വേ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്, ആ ഒരു വഴി നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് വർത്ത് ഇറ്റ് അല്ലേ. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ റിസൾട്ട് ഓറിയൻറ്റഡും ഗോൾ ഓറിയൻറ്റഡും ഒക്കെ ആയിരിക്കണം. പക്ഷേ പ്രോസസ് ഓറിയൻറ്റഡ് ആവണ്ടേ നമ്മൾ ആ പ്രോസസ്സിലും കൂടിയും കുറച്ച് എന്താ പറയുക, നമ്മുടെ മൈൻഡ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാഗേജിൽ നിന്ന് നമുക്ക് കുറച്ചൊരു സമാധാനം കിട്ടും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ഗോൾ, അല്ലെങ്കിൽ നമ്മൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആവുന്നതും സെറ്റ് ഓഫ് ഡയറക്ഷൻസ് നമുക്ക് ഉള്ളതും ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ലെറ്റ്സ് ഷിഫ്റ്റ് ലിറ്റിൽ ബട്ട് മച്ച് ടു പ്രോസസ് ഓറിയൻറ്റഡ്. സോ നമുക്ക് ഈ ബാഗേജ് കുറച്ച് കുറയും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഹാബിറ്റ് ഐ ഗോണ ടെൽ യു. സോ ആഫ്റ്റർ ഓൾ, ലൈക്ക് നമ്മൾ ഈ ജേർണി എൻജോയ് ചെയ്യണ്ടേ. സോ ജസ്റ്റ് സ്ലോ ഡൗൺ, ബിക്കോസ് നമുക്ക് അറിയാലോ ഇറ്റ് ഈസ് ഓൾ എവ്രിവൺ ഈസ് റഷിങ് ഔട്ട്. സോ നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ള പ്രോസസ് മിസ് ഔട്ട് ചെയ്ത് പോവാണ്. സോ ജസ്റ്റ് സ്ലോ ഡൗൺ, എൻജോയ് ദിസ് ജേർണി ഓഫ് ലൈഫ്, ബി മോർ പ്രോസസ് ഓറിയൻറ്റഡ്. പിന്നെ റിസൾട്ടും ഗോളും എല്ലാം അതിൻ്റെ പിന്നാലെ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഹാബിറ്റിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഹാബിറ്റിലേക്ക് കിടക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ വാസ് യുവർ ഡേ? ഈ
ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്ന ആരെങ്കിലും ചോദിക്കും ഡെയിലി ബേസിസ്, അല്ലെങ്കിൽ നമുക്കൊരു ചാറ്റിലെങ്കിലും ഈ സംഭവം കിട്ടും, ഹൗ ഇസ് യുവർ ഡേ. സോ യൂഷ്വലി വാട്ട് വി ഇന്റൻഡ് ടു സേ ഇസ്, ഇന്ന് ഓഫീസിൽ വൻ സീനായിരുന്നു, ഫുൾ ഇഷ്യൂസ് ആയിരുന്നു, അല്ലെങ്കിൽ ഇറ്റ് വാസ് ഹ്യൂജ് ട്രാഫിക്. സോ വി ഇന്റൻഡ് ടു സേ മോർ അൺഹാപ്പി തിങ്സ്. ഇറ്റ് ഈസ് ലൈക്ക് നമുക്ക് നമ്മുടെ ആ ഒരു ഡേ വേറെ ഒന്നും ലൈക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാത്ത പോലെയാണ്. ലൈക്ക് നമ്മൾ ഓൾവേസ് ലൈക്ക് വി ഫസ്റ്റ് ടെൽ വാട്ട് ആർ ബാഡ് തിങ്സ് ഹാപ്പൻഡ്. സോ ഒരു ഇക്വേഷൻ പോലെയാണ് ഇവന്റ് പ്ലസ് റെസ്പോൺസ് ഈക്വൽ ടു ഔട്ട്കം. സോ നമുക്ക് ഇവന്റ്സ്, നമുക്ക് ലൈഫിൽ സംഭവിക്കുന്ന ഇവന്റ്സ് നമുക്ക് കുറേ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് വിൽ ഹാപ്പൻ. പക്ഷെ നമുക്ക് എന്ത് ഔട്ട്കം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആ ഇവന്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഫാക്ടർ അല്ലേ. സോ ഹൗ വി റെസ്പോണ്ട് ഇറ്റ് വിൽ ചേഞ്ച് ദ ഔട്ട്കം. നമ്മളിപ്പോൾ ഒരു ഇവന്റിന് ബാഡ് ആയിട്ടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്കം വിൽ ബി ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി നോട്ട് ഗുഡ്. ബട്ട് നമ്മളത് ഒരു പോസിറ്റീവ് എന്താ പറയുക, ഒരു സിറ്റുവേഷനിൽ എപ്പോഴും രണ്ട് സൈഡ് ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് അതിലിടണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇവന്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ റെസ്പോൺസ്. സോ ഇറ്റ് വിൽ ഒബ്വിയസ്ലി എഫക്ട് ദ ഔട്ട്കം. സോ ഔട്ട്കം വിൽ ബി മോർ പോസിറ്റീവ്. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഹാഫ്. സോ ഇവന്റ് പ്ലസ് റെസ്പോൺസ് ഈക്വൽ ടു ഔട്ട്കമിന് ഞാനൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഓക്കെ, നമ്മൾ വാട്സപ്പിൽ ഡെയിലി മെസ്സേജ് അയക്കുന്ന ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ലൈക്ക് ആരെങ്കിലും. സോ അവർ പെട്ടെന്ന് നമ്മൾ ഒരു ദിവസം മെസ്സേജ് അയച്ചപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. വി മെസ്സേജ് 2, 3, 4 ടൈംസ്. നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവർ ഓൺലൈനിലുണ്ട്, ദേ ആർ നോട്ട് മെസ്സേജിങ്. സോ വി ആർ തിങ്കിങ് ഓക്കെ, നമ്മൾ മേ ബി ചിന്തിക്കും ഓക്കെ എനിക്ക് റിപ്ലൈ അയക്കാൻ സമയമില്ല. ആൻഡ് നമ്മൾ ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ അവിടെ ഓൺലൈൻ കാണാം. അപ്പോൾ വി വിൽ ബി തിങ്കിങ് ലൈക്ക് മോർ, എന്താ പറയുക, എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പം നമ്മളിന് വേണ്ടി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും. പക്ഷേ ലെറ്റ്സ് തിങ്ക് ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ. നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് ഈ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യണം നിർബന്ധമില്ലല്ലോ. വി ക്യാൻ റെസ്പോണ്ട് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് വേ. വി ക്യാൻ തിങ്ക് മേ ബി ഷീ ഈസ് ബിസി, മേ ബി ഷീ ഈസ് നോട്ട് ഇൻ എ മൂഡ് ടു ചാറ്റ്. സോ ആ ഒരു സിറ്റുവേഷനിൽ കൂടെയൊക്കെ നമ്മൾ എല്ലാവരും കടന്നു പോയിട്ടുണ്ടായിരിക്കും. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ദ വേ വി റെസ്പോണ്ട്, ദ റെസ്പോൺസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എങ്ങനെ റെസ്പോൺസ് ചെയ്യും എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമുക്ക് ഔട്ട്കം കിട്ടുന്നത്. സോ that is it. That is the second habit. That is very simple, but that is quite effective in our life. So let's get into the third point. That is rephrase. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സ് നമ്മൾ എന്തൊക്കെയാണ്, നമ്മൾ ഡെയിലി ലൈക്ക് കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? സോ മേ ബി ദർ വിൽ ബി ലൈക്ക് ഐ ഡോണ്ട് ഫീൽ ഗുഡ്, ഇറ്റ് വാസ് എ ബാഡ് ഡേ, ഐ എം സാഡ്, ഡിപ്രസ്ഡ്, ഐ എം സ്റ്റുപ്പിഡ്, ഐ എം നോട്ട് ഗുഡ്, അങ്ങനത്തെ വാക്കുകൾ. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ഈ വേർഡ്സ് റീഫ്രേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ വേർഡ്സിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ കുറേ വേർഡ്സ് ഉണ്ട് ഡിക്ഷണറിയിൽ. ഐ എം ഫീലിംഗ് ഗുഡ്, പോസിറ്റീവ്, ഹോപ്പ്, അല്ലെങ്കിൽ ഫൺ, കോൺഫിഡൻറ്റ്. ഓക്കെ, സോ ഞാനത് പറയാൻ കാരണം നമുക്ക് എല്ലാവർക്കും ലൈക്ക് ഓരോരുത്തർക്കും ഓരോരോ ഡിഫിക്കൽട്ടീസ് ഉണ്ട് ലൈഫിൽ. ലൈക്ക് ഒരാളുടെ ലൈഫിലത്തെ ഡിഫിക്കൽട്ടീസ് ഒരാൾക്ക് ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് ലെസ് ഓർ മോർ. ഓരോരുത്തരുടെ ഡിഫിക്കൽട്ടീസ് അവരവർക്ക് വലുതായിരിക്കും. പക്ഷെ നമ്മൾ ഈ എന്താ പറയുക, ഞാൻ ഫസ്റ്റ് പറഞ്ഞ സെറ്റ് ഓഫ് വേർഡ്സ് ആണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരും. സോ ഇറ്റ് മീൻസ് നമുക്ക് എപ്പോഴും ലൈക്ക് വി വിൽ ഫീൽ ലൈക്ക് ഐ എം ഓൾവേസ് സാഡ്, ആ ഒരു സാധനം. സോ അതിന് പകരം നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ഡിക്ഷണറിയിൽ വേർഡ്സ് നമുക്ക് യൂസ് ചെയ്ത് നോക്കിയേ. ഐ എം ഫീലിംഗ് ഹോപ്പ്ഫുൾ. അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഓക്കെ, ഒരു ഹോപ്പാണ് ലൈഫിലേക്ക്. So it is very important to rephrase like the difficulties with something positive or like something hopeful. We can look into it. So നമ്മുടെ ഡിഫിക്കൽട്ടീസ് നമുക്ക് ലൈഫിൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അതിൽ കുറച്ചുകൂടി പോസിറ്റീവ് എന്താ പറയുക ഇൻപുട്സ് ഇട്ട് കുറച്ചുകൂടി ഹോപ്പ്ഫുൾ ആയിട്ട് ആ സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു എക്സാമ്പിൾ പോലെ പറയാം. ഇപ്പം നമ്മുടെ വർക്കിൽ മാനേജർ പറയുകയാണ് ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഈ സംഭവം കിട്ടിയിരിക്കണം, എന്തെങ്കിലും ഇമെയിൽ കിട്ടിയിരിക്കണം. സോ നമ്മൾ ചിലപ്പോൾ നമുക്ക് അപ്പം തന്നെ നമ്മുടെ ഫ്രണ്ടിന് ചാറ്റ് ചെയ്ത് പറയുമായിരിക്കും ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഐ ക്യാൻ ഡു ഇറ്റ്. സോ ദാറ്റ് ഈസ് ദ
ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. പക്ഷെ അതിന് പകരം യു ക്യാൻ റീഫ്രേസ് ഇറ്റ് ആൻഡ് ഐ ഹോപ്പ് ഐ ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് ഓൺ ടൈം. സോ ദർ ഇസ് എ വേർഡ് കോൾഡ് ഹോപ്പ്. സോ ദാറ്റ് ഈസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പോസിറ്റീവ് ആണെങ്കിൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ലൈക്ക് യു വിൽ ഫീൽ ലൈക്ക് ഇറ്റ്സ് നോട്ട് ഗോണ വർക്ക്. പക്ഷേ ഇറ്റ് ഈസ് ലൈക്ക് ചെറിയൊരു കാര്യമാണെങ്കിലും നമുക്ക് ഐ ഫീൽ ഹോപ്പ്ഫുൾ എന്നുള്ള സംഭവം, ഐ ഹോപ്പ് ഐ ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് ഓൺ ടൈം എന്ന് പറയുമ്പോൾ ഓക്കെ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു സംഭവം ഉണ്ടായിരിക്കും. ഓക്കെ, ചിലപ്പോൾ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റും, അപ്പം ഞാൻ ട്രൈ ചെയ്യാം. സോ ഡോണ്ട് ഗിവ് അപ്പ്. നമുക്ക് ലെറ്റ് റീഫ്രേസ് ദ വേർഡ്സ്. Let's rephrase the negative impacts with positive things. So it will help, അല്ലെങ്കിൽ it will keep us hopeful. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാനുള്ള ഒരു ഹോപ്പ് തന്നെയാണ് ആ ഒരു ഹാബിറ്റ്. സോ ദാറ്റ് ഈസ് ദ തേർഡ് ഹാബിറ്റ്. സോ കമ്മിങ് ടു ഫോർത്ത് ഹാബിറ്റ്, കമ്പയറിങ്. സോ ഈ വാക്ക് നമ്മൾ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള ഒരു വാക്കാണ്, കമ്പയറിങ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ടീച്ചേഴ്സ് കമ്പയർ ചെയ്യുന്നുണ്ടാവും, നമ്മുടെ പാരൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 10th 12th റിസൾട്ട്സ് ഒക്കെ വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഓക്കെ, ആ കുട്ടിക്ക് നിന്നേക്കാൾ മാർക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ലൈക്ക് ഷീ ഈസ് മോർ ലീനർ ദാൻ യു. ലൈക്ക് മെനി ടൈപ്സ് ഓഫ് കമ്പാരിസൺസ് ആർ ഹാപ്പനിങ്. ആൻഡ് നൗ സോഷ്യൽ മീഡിയ ഈസ് ദർ. ലൈക്ക് നമ്മുടെ ലൈഫ് ഈസ് ഫുൾ എക്സ്പോസ്ഡ്. അപ്പോൾ കമ്പയർ ചെയ്യാൻ കുറച്ചും കൂടി ആയി. ഓക്കെ, ഞാൻ പേഴ്സണലി പറയാം, ഞാനിപ്പോൾ ആൾക്കാരുടെ അടുത്ത് ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും ഐ ഡോണ്ട് കമ്പയർ ലൈക്ക് വിത്ത് അതേഴ്സ്. പക്ഷേ നമ്മൾ ഈ ചെറുപ്പത്തിലേ മുതൽ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. ഇറ്റ്സ് സംവേർ ലൈക്ക് ഹാർഡ് വയേർഡ് ഇൻ അവർ സെൽഫ്. സോ എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ട്രൈ ചെയ്താലും സംവേർ ഓർ അതർ നമ്മൾ കമ്പയർ ചെറുതായിട്ടെങ്കിലും ചെയ്തു പോകും. സോ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ സെൽഫ്. It is actually a complex thing. Like it's a little struggle too. Okay, it's in our mind. നമ്മൾ എത്രയൊക്കെ പുറത്ത് കമ്പയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും സംഭവം ഈ കമ്പാരിസൺ നടക്കുന്നുണ്ട്. സോ ഇത് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഷിഫ്റ്റ് യുവർ പെർസെപ്ഷൻ. ദാറ്റ് ഈസ് ദ ഓൺലി വേ. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ ലൈക്ക് let's shift that perception. നമ്മളത് കാണുമ്പോൾ ലൈക്ക് യു ക്യാൻ തിങ്ക് ഇറ്റ് ഇൻ an another way. ഓക്കെ, എന്തോ ഒരു ഹാർഡ്ഷിപ്പിൽ കൂടെ ആയിരിക്കും ആളിവിടെ വരെ എത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇഫ് ഷീ സ്മൈലിംഗ്, ഓക്കെ, ഈ സ്മൈൽ ചെയ്യണമെങ്കിൽ മേ ബി ലൈക്ക് ഹൗ മച്ച് ഡൗൺഫോൾ ഷീ വെന്റ് ത്രൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കമ്പയർ ചെയ്യാനുള്ള ആ ഒരു സംഭവം ലൈക്ക് കമ്പയറിസൺ എന്നുള്ള തോട്ട് പോവും. ഓക്കെ, വി വിൽ ഫീൽ ലൈക്ക് മോട്ടിവേറ്റഡ്, ഇൻസ്പയർഡ്, അല്ലെങ്കിൽ വി ഫീൽ ഹാപ്പി. സോ ദാറ്റ് ഈസ് വെരി ഗുഡ് ഫോർ അവർ ഹെഡ് സ്പേസ്. ആൻഡ് ഓൾസോ എന്താ പറയുക, നമുക്ക് ആ ജലസിയോ എൻവിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. സോ വി വിൽ ഫീൽ നമുക്ക് അങ്ങനെ ഓക്കെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തോട്ട് പ്രോസസ്സ് വരുമ്പോൾ തന്നെ നമ്മളപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ഹാബിറ്റ് പറഞ്ഞ പോലെ ദാറ്റ് ഇറ്റ്സ് അബൌട്ട് മൈൻഡ് സെറ്റ്. നമ്മളപ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഓക്കെ മേ ബി ഷീ വെന്റ് ത്രൂ ലോട്ട് ഓഫ് സ്ട്രഗിൾസ്, എന്നിട്ട് ഇവിടെ വരെ എത്തിയില്ലേ. ലൈക്ക് വി ഷുഡ് ഫീൽ ഹാപ്പി, മോട്ടിവേറ്റഡ്, ഇൻസ്പയർഡ്. സോ അങ്ങനെയാണ് ഈ എന്താ പറയുക ഫോർത്ത് ഹാബിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് സ്റ്റോപ്പ് കമ്പയറിങ്. Okay, it is very important, guys. Stop comparing. So actually it will help to have a good headspace. So let's get into the last and final fifth habit. So that is I will tell you an example. നമ്മുടെ ഫിസിക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും മുറിവ്, ഇപ്പം നമ്മൾ സൈക്കിളിൽ വന്ന് വീഴേ നമുക്ക് എന്തെങ്കിലും ചതവോ മുറിവോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ഡു? നമ്മളൊന്നില്ലേ ഹോസ്പിറ്റലിൽ പോകും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനെന്തെങ്കിലും ചെയ്യുമല്ലോ. വി വിൽ ട്രീറ്റ് ഇറ്റ്. ഓക്കെ, അതെങ്ങനെ ട്രീറ്റ് ചെയ്യുക? നമ്മൾ ക്ലീൻ ചെയ്ത് ഓയിൻമെൻറ്റ് പറ്റി ബാൻഡേജ് ഒക്കെ ഒട്ടിച്ച് വി ട്രീറ്റ് ദാറ്റ് ഇഞ്ചുറി, റൈറ്റ്? സോ ദർ കംസ് ദ ഹാബിറ്റ്, ഫിഫ്ത്ത് ഹാബിറ്റ്, ദാറ്റ് ഈസ് ഇമോഷണൽ ഹൈജീൻ. നമുക്കിപ്പോൾ ഫിസിക്കലി നമുക്ക് വരുന്ന ഇഞ്ചുറീസ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇമോഷണൽ ഇഞ്ചുറീസ്. യൂഷ്വലി സ്റ്റിൽ ഇറ്റ് ഹാപ്പൻസ്. ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഇമോഷണൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ആരോടെങ്കിലും ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കും ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, ഇത് എൻ്റെ മനസ്സിലാണ്, ബ്രഷ് ഇറ്റ് ഓഫ്, ഡോണ്ട് ഗിവ് ടു ഇമ്പോർട്ടൻസ് ടു ഇറ്റ്. ബട്ട് ലൈക്ക് വി കൈൻഡ് ഓഫ് ബോട്ടിൽ ഇറ്റ് അപ്പ്. സോ വാട്ട് ഹാപ്പൻസ്, നമ്മളിപ്പോൾ എന്തെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളത് ട്രീറ്റ് ചെയ്തില്ല, നമ്മളത് ഒളിപ്പിച്ച് വെച്ചു. വാട്ട് വിൽ ഹാപ്പൻ? അത് ആ ഇഞ്ചുറി വിൽ ഗെറ്റ് ഇറ്റ് വേഴ്സ്, മോർ പെയിൻ ആവും. സെയിം ഹാപ്പൻസ് വിത്ത് ദ ഇമോഷണൽ തിങ് ഓൾസോ.
സൈക്കോളജിക്കലിയും നമുക്ക് സെയിം തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ ഡോണ്ട് ഇഗ്നോർ ഇറ്റ്, അക്നോളജ് ദ പെയിൻ, അണ്ടർസ്റ്റാൻഡ് ദ പെയിൻ. നിങ്ങൾ പെയിൻ മനസ്സിലാക്കുക, എന്നിട്ട് അതിന് ട്രീറ്റ് ചെയ്യുക. ഇഫ് യു ക്യാൻ, ലൈക്ക് നിങ്ങളുടെ പെയിൻ നിങ്ങൾ നിങ്ങളുടെ ക്ലോസ് ആയ ആൾക്കാരോട് ആരോടെയും സംസാരിച്ചിട്ട് ഇഫ് യു ആർ ഫീലിംഗ് ബെറ്റർ, ഇഫ് യു ആർ ഫീലിംഗ് എ സേഫ് പ്ലേസ്, ദെൻ ഇറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ go to a therapist. Still I know like there is a stigma around like seeing a therapist. ഇപ്പോഴും ആൾക്കാർ എന്താ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് സ്റ്റിൽ ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ആർ നോട്ട് വെൽക്കമിങ് ഓൺ ദാറ്റ്. നമ്മളിപ്പോൾ നമുക്കൊരു ഫിസിക്കലായിട്ട് നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ പോയി കാണും, നമ്മൾ പാരൻസ് കൊണ്ടുപോകും. ബട്ട് ഇമോഷണലി നമുക്ക് നമ്മുടെ വെൽബീയിങ് ഓക്കെ അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നമ്മൾ അത് ബോട്ടിലപ്പ് ചെയ്യാണ് കൂടുതൽ ചെയ്യുന്നത്. But don't do it, guys. See a therapist. And nowadays, like a lot of good therapists ഉണ്ട്. But make sure you are seeing the right one. പിന്നെ നിങ്ങൾക്ക് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു വൈബ് സെറ്റ് ആവുന്നില്ലെങ്കിൽ ഡു ചേഞ്ച് യുവർ തെറാപ്പിസ്റ്റ് ആൻഡ് ഫൈൻഡ് സം വൺ ഹൂ ഈസ് റൈറ്റ് ഫോർ യു. ഇപ്പോൾ എനിക്ക് റൈറ്റ് ആയ തെറാപ്പിസ്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് ആവുന്നത്. ഇറ്റ് ഡിഫേഴ്സ്. നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ പെർസെപ്ഷൻസും എല്ലാം ഡിഫറെൻ്റ് ആണ്. ബട്ട് take care of your emotional well-being. It's very, very, very important. So that's it. 5 habits. അപ്പോൾ ഈ 5 ഹാബിറ്റ്സ് നമ്മുടെ പെർസെപ്ഷൻ ഓഫ് ലൈഫിനെ ചേഞ്ച് ചെയ്യും. നമ്മുടെ കുറച്ചും കൂടി ബെറ്റർ അവർ സെൽഫ് നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ലൈഫിലത്തെ ഹാബിറ്റ്സിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകേണ്ട ഒരു 5 ഹാബിറ്റ്സ് ആണ്. ഇറ്റ് വിൽ ഹെൽപ്പ് യു ഗൈസ്. ട്രസ്റ്റ് മീ, ഇത് എൻ്റെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്സ് യു. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഷെയർ ആൻഡ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ Shruti Bites. So I will see you in another video soon.